കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ദൈവസഭ അതിന്റെ പ്രത്യേകതകൾ ചിലത് ഒരുമിച്ച് ചിന്തിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. I would like to meditate together from the book of Corinthians about the assembly and the church of God and its specialties. നമ്മുടെ കർത്താവ് വരാൻ കാലമായി. കർത്താവ് ഭൂമിയിൽ സ്നേഹിക്കുകയും കർത്താവ് നിലനിർത്തുകയും ചെയ്യുന്ന കാര്യപരിപാടിയാണല്ലോ ദൈവസഭ. The coming of our Lord is very nigh, and we know that the church of God is God's plan and is being sustained by God upon this earth. കൊരിന്ത്യ ലേഖനത്തിൽ ദൈവസഭ എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രത്യേകതകളും എടുത്തു പറഞ്ഞിരിക്കുന്ന 16 അധ്യായങ്ങളിൽ കൂടി ഒരു ഓട്ടം ഓടി അതിന്റെ മനോഹാരിത, അതിന്റെ പ്രത്യേകതകൾ ഈ സമയപരിധിക്കുള്ളിൽ ചിന്തിക്കണം എന്ന് ഞാൻ പിന്നെ ആഗ്രഹിക്കുകയാണ്. I would like to have a gallop through the 16 chapters of 1 Corinthians, where we have many references to the church of God and also highlights the peculiarity of the church of God. ദൈവത്തിന്റെ അവകാശമായ കൂട്ടം, അതാണ് ആ വാക്കിന്റെ അർത്ഥം. മനുഷ്യന് പ്രത്യേകിച്ച് അതിനുമേൽ യാതൊരു അവകാശവുമില്ല. ദൈവത്തിന്റെ വക, അതാണ് ദൈവസഭ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The church of God means that which is belong to God, owned by God. Therefore, man has no authority, no ownership upon it. അപ്പോസ്തലൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഇന്ന് രാത്രി നമുക്കും വേഗത്തിൽ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്ന് പറഞ്ഞു. Just as Paul quickly enters to the subject, let's also make haste in going through the subjects. The first thing that we can see is that the church of God is a company of people who are sanctified by the blood of Lord Jesus Christ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 1-ാം വാക്യവും 2-ാം വാക്യവുമാണ് നാം ഇപ്പോൾ ചിന്തിച്ച വാക്യങ്ങൾ. We can see that is mentioned in 1 Corinthians chapter 1 verses 1 and 2. യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ, ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവർ എന്ന് ആ വാക്യം നമുക്ക് മനസ്സിലാക്കി തരും. Therefore, we can understand from those verses that the church of God are being sanctified by the physical sacrifice of the Lord at the cross and being made holy by God. രണ്ട്, ദൈവം തനിക്കായിട്ട് സുവിശേഷ ഘോഷണത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. 1-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ ആ കാര്യം നമ്മൾ വായിക്കും. In chapter 1 verse 23 and 24, we see that the church of God is a company of people called out for God by the proclamation of gospel. മൂന്നാമത്തെ കാര്യം, ദൈവം ഈ ഭൂമിയിൽ നിന്ന് തെരഞ്ഞെടുത്തവരാണ്. The third thing is that they are the company of people who have been chosen out from this world. 1-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ ദൈവം തെരഞ്ഞെടുത്തു ലോകത്തിൽ നികൃഷ്ടമായതും കുലഹീനമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. In verse 27 of chapter 1 of 1 Corinthians, we see that God has chosen even the foolish things of this world to confound the wise, and God has chosen the weak things of this world. ദൈവം തെരഞ്ഞെടുത്തവര്, ദൈവം വിളിച്ചവര്, ദൈവം വിശുദ്ധീകരിച്ച് അവരുടെ കൂട്ടമാണ് ദൈവസഭ. The church of God is the company of people who have been called by God, who has been separated by God, and who has been sanctified by God. എന്തിനാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് വിശുദ്ധീകരിച്ച് തനിക്കായിട്ട് നിർത്തിയിരിക്കുന്നത്? Why did God has called us, sanctified us, and chosen us to stand for Him? 1-ാം അധ്യായം അതിന്റെ 30-31 വാക്യങ്ങളിൽ നിന്ന് തുടങ്ങി നമുക്ക് ചില കാര്യങ്ങൾ ആ നിലയിൽ ചിന്തിക്കാം. From verse 30 onwards of chapter 1, let's meditate a few things regarding that.
ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന കാര്യം, നാം കർത്താവ് നമുക്ക് സകലത്തിലും സകലവുമാണ് എന്ന് മനസ്സിലാക്കി കർത്താവിൽ പ്രശംസിക്കുന്നവരായിട്ടിരിക്കാനായിട്ടാണ്. The first reason that we can see that God has called us is that we should understand God is everything for us, and therefore we should always honor God and we should boast in God. നമ്മുടെ കർത്താവ് നമുക്ക് സകലത്തിലും സകലവുമാണെന്നാണ് 1-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. In verse 30 of chapter 1, we see that our God is our everything and in everything. ഒന്നാമത്തെ കാര്യം വളരെ വിശദീകരിക്കാതെ തന്നെ അറിയാം, നമ്മുടെ കർത്താവിന്റെ ജീവിതവും കർത്താവിന്റെ വാക്കുകളുമാണ് നമ്മുടെ ജ്ഞാനം. First of all, we can know that it is the words and life of Lord Jesus Christ is the source of our wisdom. നാം നീതീകരിക്കപ്പെട്ടത് ദൈവപുത്രൻ കാൽവറിയിലെ കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനാലാണ്. The very reason that we've been justified is that the Son of God has died, buried, and rose again. 30-ാം വാക്യത്തിലെ 3-ാമത്തെ വാക്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ നമുക്ക് ശുദ്ധീകരണമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. In verse 30, we see the third thing as he is our sanctification. നമുക്ക് കർത്താവ് ശുദ്ധീകരണമായിരിക്കുന്ന മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് മഹിമയിൽ മഹാപുരോഹിതനായി നമുക്കായി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ നാം നമ്മുടെ ശുദ്ധീകരണം അനുദിനം നടന്നുകൊണ്ടേയിരിക്കും. Since the Lord has resurrected and ascended to heaven, and he is interceding before God as our high priest, he advocates and he implements our sanctification on a daily basis. 4-ാമത്തെ കാര്യം നമ്മുടെ വീണ്ടെടുപ്പാണ്. നമ്മെ ചേർക്കുവാൻ നാം പാടിയതുപോലെ യേശു മണവാളൻ വേഗത്തിൽ വരും. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ജീവിതം, നമ്മുടെ കർത്താവിന്റെ മരണപുനരുത്ഥാനം, അവന്റെ സ്വർഗാരോഹണം, തേജസ്കരണം, അവന്റെ മടങ്ങി വരവ് നമുക്ക് സകലത്തിലും സകലവുമായതുകൊണ്ട് നാം കർത്താവിൽ പ്രശംസിക്കും. The next thing that we see there is our redemption, basically the redemption of our body, since the Lord has died for us, buried for us, resurrected, ascended, and he's going to come and receive us to be with him. And he is our everything, and he is our all in all. That's why we glory in God. ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മെ വിളിച്ചു വേർതിരിക്കുന്നത് നാം കർത്താവിൽ എപ്പോഴും പ്രശംസിക്കണം. നമുക്ക് മറ്റൊന്നിലും പ്രശംസിക്കാൻ നമ്മുടെ ജീവിതത്തിൽ. Since God has called us to be with him, the first and foremost thing that we need to do in our life is to glory in God, and we have nothing else to boast in our life. രണ്ടാമത്തെ കാര്യം, ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് യേശുക്രിസ്തു ഏക കർത്താവാണെന്ന് മനസ്സിലാക്കി ജീവിച്ചിരിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കണം. റോമാലേഖനത്തിലും ഈ ലേഖനങ്ങളിലും ഒക്കെ ആ കാര്യം എടുത്തു പറഞ്ഞിരിക്കുക. And the next thing that we need to do in our life is that we should know Jesus Christ is the only Lord, and since he died and rose again, and he has made us to be risen along with him, we, those who live, should live for the Lord alone. And that's the purpose which is mentioned even in the book of Romans as well as the book of Corinthians. ക്രിസ്തീയ സഭാ വിഭാഗങ്ങൾ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ അനേക ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ അനേക കർത്താക്കന്മാരുണ്ട്. എന്നാൽ ദൈവസഭയ്ക്ക് യേശു ക്രിസ്തു എന്ന ഏക കർത്താവുമാണ്. In Episcopal churches and various denominations of Christendom, we know that there are many leaders or lords who have already passed away, who are still alive. For the Church of God, we know that our Lord Jesus Christ is the only Lord for the church. നാം ലേഖനത്തിൽ വായിക്കുന്ന യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട് എന്നാണ്. So we read in epistles that we have the only one and only Lord Jesus Christ, who is
Jesus Christ our Lord. മൂന്നാമത്തെ കാര്യം, യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല, അവൻ ആണ് സത്യ ദൈവം എന്ന് മനസ്സിലാക്കുക. ആ നിലയിൽ ആ അടിസ്ഥാനത്തിന്മേൽ ജീവിക്കുക. The third thing is that not only accepting Lord Jesus Christ as our Lord, we should believe and accept that he is the true God, and we should live in that understanding. ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ എന്നാണ്. In verse 2 of chapter 1, we read that those who call upon the name of Lord Jesus Christ our Lord. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത്, those who call upon the Lord എന്ന് പറഞ്ഞാൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവർ. The meaning of that is that those who pray to God, pray to Lord Jesus Christ. രണ്ടാമത്തെ കാര്യം ആ വാക്യത്തോടുള്ള ബന്ധം, ഒന്നാം അധ്യായം 9 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഏറ്റു പറയുന്നവരാണ് ദൈവസഭ. And as we read in verse 9 of chapter 1, those who testify the deity of Jesus Christ is the members of the Church of God. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവപുത്രനും നമ്മുടെ കർത്താവ്, അവൻ യേശുക്രിസ്തു കർത്താവ് മാത്രമല്ല, അവൻ ഏക സത്യ ദൈവമാണെന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ആ കർത്താവിനായിട്ട് ജീവിക്കുകയും ചെയ്യുന്നവരാണ് ദൈവസഭ. There we read that it is mentioned fellowship of his son Jesus Christ our Lord. So he is not only our Lord, he is also the Son of God. He is the one and true God. Therefore, we need to live in that fellowship, and those who live in that fellowship are the members of the Church of God. എത്ര അനുഗ്രഹീതമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് അവനോട് പ്രാർത്ഥിക്കുന്നവര്, അവന്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നവര് എന്ന് മാത്രമല്ല, കർത്താവിന്റെ കൂട്ടായ്മയിൽ ജീവിക്കുന്നവരാണ്, അവനെ ജീവിതത്തിൽ ഏറ്റവും പ്രിയ സഖിയായി കാണുന്നവരാണ് വാസ്തവത്തിൽ ദൈവസഭ എന്ന് പറഞ്ഞിരിക്കുന്നു. Therefore, we can know that truly the members of God's church are those who pray to the Lord, those who live in his presence, and also those who continue in the fellowship of Lord Jesus Christ. What a blessed people we are. ക്രിസ്തു എന്ന ഏക പുരുഷന്റെ നിർമ്മല കന്യകയായിട്ട് ജീവിക്കണം. We know that we are the chaste virgin bride of Christ, the one and only bridegroom. ഇന്ന് രാത്രി അതാണ് ദൈവസഭയുടെ ഒന്നാമത്തെ പ്രത്യേകത. അവനെ കർത്താവും രക്ഷിതാവുമായിട്ട് മനസ്സിലാക്കി നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അവനോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുകയും അവൻ ദൈവമാണെന്ന് മനസ്സിലാക്കി അവനെ ഭയപ്പെട്ട് ന്യായാധിപനായ കർത്താവിന്റെ മഹത്വത്തിനായിട്ട് ജീവിക്കുകയും ചെയ്യുക. Therefore, we can know that this is the first and foremost prerogative of the Church of God, that those who accept him as their Lord, those who pray to him, and those who accept his deity are the one who are the members of the Church of God. ദൈവസഭയുടെ രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ്. The second specialty of the Church of God is what we see in chapter 2. അവിടെ നമ്മൾ വായിക്കുന്നത് തിരുവെഴുത്തുകളിൽ മാത്രം അടിസ്ഥാനപ്പെട്ട് ജീവിക്കുന്നവർ എന്നാണ്. രണ്ടാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. When we go through verses 9 onwards of the chapter 2, we can know that those members of the Church of God are those who have based and founded on the scriptures alone. 10ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ദൈവം നമുക്കോ തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ 9ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. In verse 9 and 10, we see that that which God has prepared for those who love the Lord,
has been revealed to our heart through the Holy Spirit. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ഒരിക്കൽ എന്നേക്കുമായി ദൈവാത്മാവിനാൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അത് പാസ്റ്റ് ടെൻസിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, വെളിപ്പെടുത്തിയിരിക്കുന്നു. It has been revealed through the Holy Spirit once and for all that we require for our life and godliness. And that's what we understand from that verse. തിരുവെഴുത്തുകളെ കുറിച്ച് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന 13ാമത്തെ വാക്യത്തിലാണ് ദൈവം ചില ആത്മീയ സത്യങ്ങളെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നുവെന്ന് മാത്രമല്ല, അവിടെ നമ്മൾ വായിക്കുന്നു ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ആത്മാവ് നിശ്വസിക്കുന്ന വാക്കുകളെ തന്നെ അപ്പോസ്തലന്മാർ നമുക്ക് എഴുതി തന്നിരിക്കുന്നു. Not only that we have the scriptures, in verse 13 it is mentioned that we have been given the very word, the very teaching that is taught by the Holy Spirit, that is breathed by the Holy Spirit. ദൈവം സത്യങ്ങളെ വെളിപ്പെടുത്തി, God has revealed as his truth. ഒരാശയം ദൈവം നമുക്ക് തന്നെന്നല്ല, അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന സന്ദേശത്തെ ഇന്ന വാക്കുകളിൽ എഴുതണം എന്ന് പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരെ ഉദ്യമിപ്പിച്ച് എഴുതി. വാക്കുകളുടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷിൽ പറഞ്ഞത് ദ വെർബൽ ഇൻസ്പിറേഷൻ. We know that when the writers of the scriptures, when they wrote down, not that the Holy Spirit had given some idea about that, but we know that it was given even the very word that they should write, and those who wrote it, they were instrumental in the hands of Holy Spirit to write it down. So even the words that they use are inspired by the Holy Spirit, and that's why we see the word of God is verbally inspired. മൂന്നാമത്തെ വാക്ക്, അതിന്റെ താഴോട്ടുള്ള 10ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളെ ഗ്രഹിക്കുവാൻ ആത്മാവ് സത്യത്തെ ഇന്ന് നമുക്ക് ആത്മീയന്മാർക്ക് പ്രകാശിപ്പിച്ചു തരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Then we see that today those who are spiritual, this Holy Spirit will enlighten in the hearts of those spiritual people what is already written in the scriptures. ഒരിക്കൽ വെളിപ്പെടുത്തി തന്നത്, that which was once revealed, പരിശുദ്ധാത്മാവിനാൽ വാക്കുകളാൽ എഴുതപ്പെട്ട വചനത്തെ ഇന്ന് ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചു തരുന്നു. That which was written down by the inspiration of the Holy Spirit, now the very same Holy Spirit is enlightening our heart to understand what is written in the scriptures. അത് ആത്മീയന്മാർക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക അനുഗ്രഹമാണ്. That is a special blessing, a special privilege that can be exercised only by spiritual people. രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ ലഭിച്ച ദൈവമക്കൾക്ക് ആ പ്രകാശം ലഭിക്കും. Those who have accepted Lord as the personal Savior, those who have the indwelling of the Holy Spirit, they will have that enlightening by the Holy Spirit concerning the word of God. അതാണ് 14ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ പ്രകാശനം, ആ വാക്ക് തന്നെ ഉപയോഗിക്കാം, കൈക്കൊള്ളുന്നില്ല. That's why what we read in verse 14 of chapter 2 that says, the natural man receiveth not the things of the Spirit of God. ആത്മീയൻ സകലത്തെയും തിരുവെഴുത്തുകളിനാൽ വിവേചിക്കുന്നു, പരിശോധിക്കുന്നു, ക്രിസ്തുവിന്റെ മനോഭാവത്തോടെ ജീവിക്കാൻ ഇടയായിട്ടുണ്ട്. But a spiritual person discerns everything, even in the mind of Christ Jesus, and they are able to live in that. അവിടെ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിന്റെ മനസ്സ്, 16ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിന്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ, നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. എഴുതപ്പെട്ട വെളിപ്പെടുത്തപ്പെട്ട ആത്മാവ് നൽകിയിരിക്കുന്ന വാക്കുകളാൽ എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ നിന്ന് ദൈവാത്മാവ് പ്രകാശം നൽകുമ്പോൾ
നാം അത് വിവേചിക്കാനായിട്ട് ക്രിസ്തുവിന്റെ മനസ്സിനെ വിവേചിച്ചറിഞ്ഞ് ജീവിക്കാനിടയായിട്ട്. In verse 16, we see a question: who hath known the mind of the Lord that he may instruct him? And then it says, but we have the mind of Christ. The word of God, once revealed and once written by the inspiration of the Holy Spirit, now the very same Holy Spirit help us to understand that even with the mind of Christ. 16-ാമത്തെ വാക്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മീയൻ മനസ്സിലാക്കുന്ന വിവേചിച്ചറിയുന്ന കാര്യം അവിടെ ആ വാക്യം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആരെന്നുള്ളത്. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു കർത്താവിന്റെ ക്രിസ്തുവിന്റെ മനസ്സ്. അപ്പോൾ ക്രിസ്തു യേശു കർത്താവ് പഴയ നിയമത്തിലെ യഹോവയാണ് എന്നൊരു സൂചനയും നമുക്ക് മനസ്സിലാക്കി. If you read that in the Old Testament perspective, we know that the word Lord stands for Jehovah. So it says, who has known the mind of Jehovah? But now in New Testament economy, when we read the same verse, we read it as the mind of the Lord. Therefore, we can understand that Jehovah of Old Testament is the same Lord of the New Testament. കർത്താവിനോട് യഹോവയായ കർത്താവിന്റെ കൂട്ടായ്മയെ ജീവിച്ച് അവന്റെ മനോഭാവത്തോട് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും ദൈവസഭയിലെ കാര്യങ്ങളെയും കാണാനായിട്ട് രക്ഷിക്കപ്പെട്ടവർക്ക് ആത്മീയന്മാർക്കിടയാകുന്നു എന്നുള്ളതാണ് ദൈവസഭയുടെ രണ്ടാമത്തെ പ്രത്യേകത. Therefore, we can know the second specialty of the Church of God is that through the Word of God, they are able to understand things of this world in the mind of God, and they are able to discern spiritually and live in fellowship with the Lord. അതുകൊണ്ടാണ് ഒരു ആത്മീയൻ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കാതെ കർത്താവിനെയും അവന്റെ ജനത്തെയും സ്നേഹിച്ച് ജീവിക്കാൻ ഇടയായിട്ട്. That's why, as far as a spiritual person is concerned, he seldom love this world or that which are in this world, but he is always loving God and those who belong to God when he is upon this earth. മൂന്നാം അധ്യായത്തിൽ ദൈവസഭയുടെ മൂന്നാമത്തെ പ്രത്യേകതയെക്കുറിച്ച് വിവരിക്കുക. In chapter 3, we can see the third specialty of the Church of God. ദൈവം സഭയെ നിയന്ത്രിക്കുന്നു, കർത്താവ് സഭയെ നിയന്ത്രിക്കുന്നു, നടത്തുന്നു, നേതൃത്വം, വളർച്ച എന്നിവയെല്ലാം ക്രിസ്തുവിന്റെ ദാനങ്ങളാണ് എന്ന് നമ്മെ മൂന്നാം അധ്യായം പഠിപ്പിക്കുന്നു. In chapter 3, we can learn that Christ is the central point of the church, and he controls it, he leads it, he is the Lord, and he is the one who makes it grow. മൂന്നാം അധ്യായം 5-ാം വാക്യം ശ്രദ്ധിക്കൂ. പൗലോസാർ അപ്പൊല്ലോസാർ എന്ന് പറഞ്ഞിരിക്കുന്നു, തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. In verse 5, we read, who then is Paul and who is Apollos, but ministers by whom he believed, even as the Lord gave to every man. മൂപ്പന്മാരാകട്ടെ, ശുശ്രൂഷകന്മാരാകട്ടെ, സാധാരണ വിശ്വാസികളാകട്ടെ, കർത്താവ് നൽകിയ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാർ. Whether it be elders or whether it be deacons or even ordinary members of the assembly, all of them are servants of God who serve the Lord according to what is entrusted to them. മനുഷ്യർ തങ്ങളുടെ ശുശ്രൂഷകൾ ചെയ്യുന്നു, വളരുമാറാക്കുന്ന ദൈവം. Man does his service for the Lord, but it is the Lord who makes it grow. 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേലാണ് എല്ലാവരും പണിയുന്നത്. In verse 11, it says that for the foundation that the Lord has laid is upon which all of them are building up.
നാം ഓരോരുത്തരും ദൈവസഭയിലുള്ള എല്ലാവരും ക്രിസ്തുവിന്റെ ആളത്വം, ഉപദേശം എന്നിവയിലാണ് പണി നടത്തുന്നവർ. All those who belong to the church of God are building up upon the personality and the teaching of the Lord Jesus Christ. 8-ാം വാക്യം ശ്രദ്ധിക്കൂ, 14-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. ആ അടിസ്ഥാനത്തിന്മേൽ പണിയുന്ന ഓരോരുത്തർക്കും താന്റെ അധ്വാനത്തിനൊത്തവണ്ണം, 8-ാം വാക്യം കൂലി, 14-ാമത്തെ വാക്യം പ്രതിഫലം ലഭിക്കും. In verse 8 and verse 14, we see that all those who build up upon that very foundation shall receive their reward, and they'll receive the fruit of the labor. എല്ലാവരും ക്രിസ്തു എന്ന തലയോട് ചേർന്നിരുന്ന് പ്രവർത്തിക്കുന്നു. പ്രതിഫലം തരാൻ കർത്താവ് വേഗത്തിൽ വരും. All of them are joined together and maintaining a close fellowship with head, who is the Christ, and the Lord is coming to reward them all for their service. ശുശ്രൂഷകൾ, പണി, കെട്ടിടം പണി, ദൈവത്തിന്റെ കൃഷി, എന്നിട്ടെല്ലാം 21-ാമത്തെ വാക്യത്തിൽ അതിന്റെ ഉപസംഹാരമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്. We see it as the labor, as the cultivation, as the building. And after mentioning all those examples, we see that is written in verse 21, therefore let no man glory in men. സഭാ നേതൃത്വമാകട്ടെ, സഭയിലുള്ള കൃപാവരങ്ങളാകട്ടെ, ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന ദൈവസഭ, ദൈവജനം എന്നുള്ളതിൽ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം സകലവും നിങ്ങൾക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്നു. 22-ാമത്തെ വാക്യം, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരായി തീർന്നത് കൊണ്ട് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. Therefore, we can know that the leadership or the spiritual gifts or all that we enjoy in this world are all granted by God. And therefore, in verse 22, it says that ye all are yours. അതുകൊണ്ട് നാം കർത്താവിനോടും, 3-ാമത്തെ പ്രത്യേകതയായിട്ട് 4-ാമത്തെ അധ്യായത്തിൽ ചേർന്ന് പറയുകയാണ്, നാം എല്ലാം ഗ്രഹവിചാരകന്മാരാണ്. അതുകൊണ്ട് കർത്താവിനോടും അവന്റെ വചനത്തോടും നാം വിശ്വസ്തത പുലർത്തണം. ന്യായാധിപൻ വേഗത്തിൽ വരും എന്ന് തുടങ്ങി അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ വരും, വിധിക്കും, എല്ലാവർക്കും പുകഴ്ച ലഭിക്കും എന്നും പറഞ്ഞു. Therefore, we can see chapter 3 and 4 linked together, saying that we all are stewards, and we should serve him faithfully, and he is going to come and give us rewards. ഏറ്റവും അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ദൈവം നമുക്ക് ദൈവസഭയെക്കുറിച്ചുള്ള ചിത്രമായിട്ട് വരച്ച് തന്നിരിക്കുന്നു. What a blessed thought it is, as the Lord has given as allegorically explaining what the church of God is. ദൈവസഭയുടെ 4-ാമത്തെ പ്രത്യേകതയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കട്ടെ. Let me draw your attention to the 4th specialty of the church of God. 5-ാം അധ്യായത്തിലാണ്, 5-ഉം 6-ഉം അധ്യായങ്ങളിലാണ് അവിടെ ആ കാര്യം പറഞ്ഞത്. We can see that in chapters 5 and 6. അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവസഭ വിശുദ്ധ ജീവിതകാലം മുഴുവൻ ഒരു ഉത്സവമാക്കി തീർക്കുന്നവരെന്നാണ്. We see there that the church of God is a company of people who are sanctified, and those who celebrate that feast or the holiness as a feast. യഹൂദ മതത്തിലും മറ്റു മതങ്ങളിലൊക്കെ ഉത്സവം ഒരാഴ്ചത്തേക്ക് 10 ദിവസത്തേക്കാണ്. എന്നാൽ നമ്മുടെ ജീവിത വിശുദ്ധി ജീവിതകാലം മുഴുവനുള്ള ഒരു ഉത്സവമാണ്. We see that in a Jewish community or even other religion, as far as Jewish community is concerned, they have 10 days of celebration. Other people also have their celebration for a time period. But as far as believers are concerned, for our holiness, it is our lifelong celebration.
പരമാർത്ഥത, സത്യസന്ധതയുടെ ഉള്ള ആ ശക്തിയോടു കൂടെ ജീവിതം ഒരു ഉത്സവമാക്കി തീർക്കുന്നവരാണ് ദൈവസഭ. The Church of God is a company of people who celebrate the holiness as their celebration, as the festival, even having truthfulness as their main motto. 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവസഭയിൽ ദുർനടപ്പുകാരോട് സംസർഗം പാടില്ല. ദുർനടപ്പുള്ള പാപവഴികൾ ജീവിക്കുന്ന ഒരു മനുഷ്യനും ദൈവസഭയിൽ സ്ഥാനമില്ല. In verse 9, it is mentioned that those who have leaven in their heart or wickedness in their life, the Church of God has no fellowship, no connection with them. പാപം ചെയ്യുന്നവരെ ആ സഭയിൽ വളരെ പ്രമാണപ്പെട്ട സഹോദരൻ പാപത്തിൽ ജീവിച്ചു, ആ അദ്ദേഹത്തെ പുറത്താക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവി. One of the main person of the church was indulged in sin, and about whom it was mentioned in the last verse of chapter 5 that therefore put away him among yourself, that wicked person. 6-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ആ വിഷയം തുടരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദുർനടപ്പ് വിട്ട് ഓടണം. In verse 18 of chapter 6, it is mentioned that you need to flee from fornication. ജീവിതവിശുദ്ധി ജീവിക്കണം എന്ന് മാത്രമല്ല, യാതൊരു വിധമായ ദുർനടപ്പുള്ളവരോടും സംസർഗം പാടില്ല എന്ന് മാത്രമല്ല, ആ അധ്യായം അവസാനിക്കുന്നത് ശ്രദ്ധിക്കൂ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന വിശുദ്ധ സ്ഥലമായി നമ്മുടെ ശരീരത്തെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ബാധ്യസ്ഥരായവരുടെ കൂട്ടമാണ് ദൈവസഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. Therefore we can know that the people of God, the company of the Church of God is people not only who are assigned to maintain holiness, not only that they should not have any fellowship with wicked people. In verse 19 and 20 of chapter 6, it is mentioned that we are the dwelling place of the Holy Spirit. Therefore, we are supposed to glorify God through our physical body. 3-ാം അധ്യായത്തിൽ 2-ാം അധ്യായം നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ച് ദൈവവചനത്തെ പ്രകാശിപ്പിക്കുന്നു, സത്യത്തിൽ നടത്തുന്നു. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ച് നമ്മെ വിശുദ്ധിക്കായിട്ട് പ്രാപ്തിപ്പെടുത്തും. In chapter 2, we saw that Holy Spirit indwells in us and enlightens us. And in chapter 6, we see that the Holy Spirit is indwelling us and it is sanctifying us to lead a holy life. 6-ാം അധ്യായത്തിൽ നിന്ന് ദൈവസഭയുടെ 5-ാമത്തെ പ്രത്യേകതയെ ഒരു വാക്കിൽ നമുക്ക് ഓർക്കാം. Let's look to the 5th specialty of the Church of God, even from chapter 6 itself. ദൈവസഭയിൽ സഹോദരന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. There is a possibility that there can be contention between or quarrel between the members of the assembly. ഭൗമികമായ കാര്യങ്ങളെ ചൊല്ലി തർക്കവും വാദവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. There can be arguments and contention concerning our earthly matters. ദൈവസഭ എന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളോ പാപങ്ങളോ ഇല്ലാത്തൊരിടം എന്ന് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നില്ല. New Testament seldom teach us that the Church of God is a place where there is no sin at all. അങ്ങനെ നമ്മളെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അവരുടെ ഇടയിൽ പിണക്കമുണ്ടായിരുന്നു, അവരുടെ ഇടയിൽ ദുർനടപ്പുണ്ട്, അവരുടെ നടുവിൽ പ്രശ്നങ്ങളുണ്ട്, വ്യവഹാരങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ അതിന്റെ എല്ലാം നടുവിൽ ദൈവസഭയെ ആശ്രയിച്ച് ആത്മീയന്മാരാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സംഘമായിട്ട് ദൈവസഭ ഇരിക്കണം എന്ന അപ്പോസ്തലൻ അവരെ പഠിപ്പിക്കുക. In the chapter we can see that even in the Church of God there can be factions, there can be arguments, there can be issues of arbitration. In all these things
what is taught there is that they should depend on godly people to solve it and to finalize it. സാധാരണ വല്ലതും വിചാരിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, സഭയിലൊക്കെ നാട്ടിൽ പോവുക, പ്രശ്നങ്ങളുണ്ട് കോടതിയിൽ പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക, രാഷ്ട്രീയക്കാരെ കാണുക. അങ്ങനെയല്ല. പ്രശ്നങ്ങളുടെ നടുവിലും ദൈവസഭയെ മാത്രം ആശ്രയിച്ച് ആത്മീയന്മാരാൽ പ്രശ്നം പരിഹരിക്കുന്നവരുടെ കൂട്ടമാണ് വാസ്തവത്തിൽ ദൈവസഭ. The true church of God is actually that company of people who depend on God and depend on spiritual people to resolve all the issues, problems, difficulties that they come across. This is against what normal thinking that we have is that if there is everything goes right, it's good, and if there is a problem, we go to court, or we go to a police station, or we go to other areas to handle it. ലോക മനുഷ്യരുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചിലപ്പോഴ് അത് വിശ്വാസികളെ കൊണ്ട് പരിഹരിക്കാനായിട്ട് സാധിക്കും. വിശ്വാസികൾ തമ്മിൽ ആത്മീയമായ നിലവാരത്തിൽ കഷ്ടം സഹിക്കാനും ബുദ്ധിമുട്ടുകൾ നഷ്ടം സഹിക്കാനും ഒക്കെ മനോഭാവത്തോടെ ജീവിക്കണം എന്ന് കർത്താവ് ദൈവവചനം നമ്മെ പഠിപ്പിക്കും. When we have a problem with the worldly people, it may not be settled by spiritual men, but as far as problems within the church is concerned, problems between the believers, what the scripture teaches us is that it should be settled, it should be resolved by spiritual men. 7-ാം അധ്യായം മുതൽ അപ്പോസ്തലനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഇനിയുമുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. From chapter 7 onwards, we can see Apostle Paul was answering to some questions the Corinthian church asked him. വിവാഹിതരെങ്ങനായിരിക്കണം, സഭയിലെ അവിവാഹിതരെങ്ങനായിരിക്കണം എന്നുള്ള ചോദ്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വിവാഹിതരാകട്ടെ അവിവാഹിതരാകട്ടെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായിട്ടും കുടുംബത്തിൽ ജീവിത പങ്കാളികളോടും മക്കളോടും വിശ്വസ്തമായി കടപ്പാടുകൾ നിർവഹിക്കുന്നവരായിരിക്കണം എന്നും ദൈവസഭ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. There were questions concerning married and unmarried. There in the chapter, Paul explains that whether be married or unmarried, they should all be engaged in pleasing God, and in the family, they should be fulfilling their responsibilities with regard to the family members. അല്ലെ, ദൈവസഭ എന്ന് പറയുന്നത് ദൈവ കുടുംബങ്ങളുടെ കൂട്ടമാണല്ലോ. ദൈവ കുടുംബങ്ങളുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുടുംബങ്ങളുടെ ബലമാണ് സഭയുടെ ബലം എന്ന് പറയും. We know that the Church of God are the fellowship or the union of godly families. Therefore, we can know that the family bondage, the strength of that family bondage is the strength of the church. 8, 9, 10 അധ്യായങ്ങളിൽ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. In chapters 8, 9, and 10, he deals with Christian liberty. എന്ത് തിന്നാനും എന്ത് കുടിക്കാനും എവിടെ പോകാനും എല്ലാം ക്രിസ്തീയമായ സ്വാതന്ത്ര്യം കർത്താവിൽ നമുക്കുണ്ട്. We have the Christian liberty in the Lord, what to eat, what not to eat, where to go and where not to go. എന്നാൽ ആ സ്വാതന്ത്ര്യം ഒരിക്കലും ബലഹീനർക്ക് വീഴ്ചയ്ക്ക് കാരണമാകാതെ എല്ലാം തിന്നുന്നതും കുടിക്കുന്നതും എല്ലാം ദൈവമഹത്വത്തിനായി തീരണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടമാണ് വാസ്തവത്തിൽ ദൈവസഭ എന്ന് പറഞ്ഞു. At the same time, the Church of God is that company of people who did not use their liberty to offend the weak, but the people who really utilize all their liberty to please God and for the glory of God. ഭക്ഷണം ഏത് സ്ഥലത്തിൽ നിന്നും കഴിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയും. എന്നാൽ അത് തെറ്റിദ്ധരിക്കത്തക്ക നിലയിൽ ഞാൻ കുടിക്കുന്നത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കത്തക്ക നിലയിൽ വേറൊരാൾക്ക് ഇടർച്ചയായിട്ട് തീരുന്നെങ്കിൽ ഞാൻ അതിനൊന്നും ഇട കൊടുക്കാതെ കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ ബാധ്യസ്ഥരായവരുടെ കൂട്ടം. As far as a believer is concerned, he has the liberty
to have his food from anywhere, or he has his drink, whatever he likes. But at the same time, the place that he dine or the things that he drink should not give a misunderstanding to weak brothers that would offend them. Therefore, he should be careful. And the Church of God is a company of people who are really concerned about that. ഒരിക്കലും കർത്താവിൽ ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്താത്തവരുടെ കൂട്ടമാണ് ദൈവസഭ. അത് എട്ടാമത്തെ സഭയുടെ പ്രത്യേകതയായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. Therefore, I would like to bring you a notice as the eighth specialty of the church is that they are the company of redeemed people who would never employ their Christian liberty to offend others. ഒൻപതാമത്തെ പ്രത്യേകതയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. I would like to draw attention to the ninth specialty. അവിടെ നമ്മൾ വായിക്കുന്നത് ഒരുവന് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കെടുക്കാൻ കഴിയും. There it is mentioned that a person cannot partake from the Lord's table and the table of the evil spirit or Satan. ഞാൻ എൻ്റെ ആ പറഞ്ഞ വാക്കുകൾക്ക് ഈ പോയിന്റ്സിന് ഒരു അല്പം വ്യത്യാസമുണ്ട്. ഞാൻ ആകെ 7 ഇനി 8ാമത്തെയാണ് പറഞ്ഞത്, 7 പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആ ക്രമം ഒന്ന് ക്രമപ്പെടുത്താൻ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. 7ാമത്തേതാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യം, 8ാമത്തേതാണ് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും എന്ന് പറഞ്ഞാൽ കർത്താവിനെയും വിഗ്രഹാരാധനയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തവരുടെ കൂട്ടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. What I mentioned is actually the number that I mentioned is wrong. It is the 8th specialty of the church that we see in this year, that the Church of God is a company of people who cannot get along with the Lord's table as well as the table of the demons. That means the people who cannot serve God as well as idols. 10ാം അധ്യായം 14ാമത്തെ വാക്യം മുതൽ 21ാമത്തെ വാക്യം വരെ പറഞ്ഞിരിക്കുന്നു, വിഗ്രഹാരാധന വിട്ട് ഓടണം. കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുന്നവർ ഒരിക്കലും യാതൊരു വിധമായ വിഗ്രഹാരാധനയോടും ചേർന്ന് പോകുവാനായിട്ട് കഴിയുകയില്ല. We see that is explained in verses 14 through 24 of chapter 10, that starting with the instruction that we should flee from idolatry, those who are the members of the Church of God should not have any connection with idolatry that is of any sort. വിഗ്രഹാരാധനയിൽ പങ്കെടുക്കുന്നത് കർത്താവിന്റെ കോപം വരുത്തുന്നതിന്, കോപത്തിന് ഇരയായി തീരുന്നതിന് കാരണമാകും എന്നും ആ വേദഭാഗം നമ്മെ ഓർപ്പിക്കും. Also, that portion reminds us that when we indulge in idolatry of any sort, that will invite the wrath of God upon us. 11ാം അധ്യായം 20-25 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, സ്വയം ശോധന ചെയ്ത് കർത്താവിന്റെ മേശയിൽ അത്താഴത്തിൽ ആഴ്ചതോറും പങ്കെടുക്കുവാനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് ദൈവസഭ എന്നും നമ്മെ പഠിപ്പിക്കുന്നു. In chapter 11 and verse 20 and 25, we are told that the Church of God is the company of people who are called to worship God and to partake from the Lord's table, examining themselves on a regular basis. അത് എത്രയോ അനുഗ്രഹീതമായ കാര്യമാണ്. നമുക്ക് ഒരുമിച്ച് ഈ കോവിഡ് നിമിത്തം പല സഭകളിലും കർത്തൃമേശ നടത്തുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ തന്നെയും നിങ്ങൾ എൻ്റെ മരണത്തെ പ്രസ്താവിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പവീഞ്ഞികളാൽ കർത്താവിനെ ഓർക്കാനും ആ മേശയിൽ പങ്കെടുക്കുവാനും ഉള്ള മഹാഭാഗ്യം ദൈവസഭയ്ക്ക് ലഭിച്ചിരിക്കുന്നു. What a blessed privilege it is for the Church of God, even though during this COVID pandemic period we could not come together and have that fellowship of breaking of bread, but we've been given that ordinance by the Lord to remember his death and burial, that we could come together
and celebrate that and remember that in our life. ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവസഭ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരാണ്. As we read in chapter 1, the Church of God is a company of people who lack no spiritual gifts. അതാണ് 12, 13, 14 അധ്യായങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നത്. That is what explained in chapter 12, 13, and 14. എല്ലാ വിശ്വാസികൾക്കും കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവ് നൽകി. Holy Spirit has imparted spiritual gifts to all believers. ത്രിയേക ദൈവത്തോട് ബന്ധപ്പെടുവാൻ, ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കുവാൻ, തിരുവെഴുത്തുകളെ മറ്റുള്ളവർക്ക് ഉപദേശിക്കാൻ ആ കൃപാവരങ്ങൾ നമ്മെ ബലപ്പെടുത്തും. These spiritual gifts enable us to have communion with the triune God, help us to glorify God, and also to proclaim this truth of the scriptures to others. 12-ാമത്തെ വാക്യം അത് സഭയുടെ പൊതു പ്രയോജനത്തിനായിട്ടാണ്. Chapter 12 and verse 7, it says that by the manifestation of the Spirit is given to every man to profit withal in the church. ദൈവസഭയിൽ എനിക്കും നമുക്കും തന്നിരിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിന് പ്രയോജനപ്പെടാനായിട്ട്. Whatever spiritual gifts God has given us in the Church of God is to be profited by others. 14-ാം അധ്യായത്തിന് 4, 5, 12 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. കൃപാവരങ്ങൾ മറ്റുള്ളവരെ ആത്മീയമായിട്ട് പണിയാനാണ്, എന്ന് പറഞ്ഞാൽ ആത്മീയ വർധനയ്ക്കായിട്ടാണ്. In chapter 14, verses 4 through 6, it is mentioned that the spiritual gifts are given to build up others, which means it is given for the spiritual edification of other people. 14-ന്റെ 4, 5, 12 വാക്യങ്ങളാണ്. In verses 4, 5, and 12 of chapter 14. 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ടാണത് കൃപാവരങ്ങൾ. In verse 19, it says that the spiritual gifts are given us to teach others. മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാനായിട്ടാണ് എന്നും ആ വാക്യത്തിൽ പറഞ്ഞു. In the same verse, we can see that has been given to admonish others. എത്ര അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. കർത്താവ് നമ്മെ തന്റെ സഭയിലാക്കി തീർത്തെന്ന് മാത്രമല്ല, ദൈവമഹത്വത്തിനും ദൈവജനത്തിന്റെ അനുഗ്രഹത്തിനുമായിട്ട് വിവിധ കഴിവുകൾ, പ്രാപ്തികൾ തന്നാണ് നമ്മെ എല്ലാവരെയും ദൈവസഭയിൽ കർത്താവിന്റെ അവയവങ്ങളാക്കി നിർത്തിയിരിക്കുന്നത്. What a blessed thought it is that the Lord has brought us to his church, made us the part of his church, and not only that, he has imparted as various spiritual gifts to utilize that for the edification, for the spiritual upbringing of others. ദൈവസഭയുടെ 10-ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് സഹോദരിമാരുടെ സഭയിലെ പെരുമാറ്റം, ജീവിതം അതിനോട് ബന്ധപ്പെട്ടതാണ്. The 10th specialty of the Church of God is concerned about the sisters' role in the assembly and their life in the assembly. 11-ാം അധ്യായം 5-ാമത്തെ വാക്യം അവർ മൂടുപടം ഉപയോഗിക്കണം പ്രാർത്ഥിക്കുമ്പോഴും ദൈവസന്നിധിയിൽ വരുമ്പോഴും. In chapter 11 and verse 5, it is mentioned that they need to put veil upon the head when they come to the church for worship and for prayer. 14-ന്റെ 34-ാമത്തെ വാക്യം. Chapter 14 and verse 34. സഭായോഗങ്ങളിൽ സ്ത്രീകൾ മിണ്ടാതിരിക്കണം, കീഴടങ്ങിയിരിക്കണം. It is mentioned that in all the assemblies, all the churches of God, it is not permitted to them to speak, but they are commanded to be under obedience. എല്ലാവർക്കും കൃപാവരങ്ങളുണ്ട്. സഭയിൽ എങ്ങനെ ഉപയോഗിക്കണം, സഭയിൽ എങ്ങനെ പെരുമാറരുത് എന്നുള്ള നിബന്ധനകൾ ദൈവം നമുക്ക് നൽകി. God has imparted spiritual gifts to each and every one. At the same time, he has given us instructions how we ought to conduct and ought not to conduct in the Church of God.
11ാമത്തെ പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്നത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യമാണ്. മരണത്തിലും നമുക്ക് ദൈവം ജയം നൽകുന്നു. സ്തോത്രം. The 11th specialty of the Church of God is what is explained in chapter 15, and that is the wonderful hope that we have in the Lord, that even in our death, God is giving us wonderful victory. Praise the Lord. 49-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ വേഗത്തിൽ സ്വർഗീയന്റെ പ്രതിമ പ്രാപിക്കും. What we read in verse 49 of chapter 15, and as we have borne the image of the earthly, we shall also bear the image of heavenly. മരണം, ദ്രവത്വം എന്നിവയെല്ലാം താണ്ടി നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് വേഗത്തിൽ എടുക്കപ്പെടും. We pass by death and mortality, and we will quickly reach the presence of the Lord. നാം വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് അത്യുത്തമമായ ഇടങ്ങളിലേക്ക് ഇരിക്കും. കൊരിന്ത്യ വിശ്വാസികളെ, ദൈവസഭയെ എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. Here we can see the Holy Spirit is reminding to the believers in Corinth, even the believers all over, that we shall be absent from our body and we shall be with the Lord forever. ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. 12ാമത്തെ പ്രത്യേകത. Let me quickly finish my words. Let's look to the 12th specialty of the church. 16-ാം അധ്യായം. In chapter 16, 1-2 വാക്യങ്ങൾ. verse 1 and 2. വിശുദ്ധന്മാർക്ക് വേണ്ടി ധർമ്മശേഖരം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും നടത്തുന്നവരുടെ കൂട്ടമാണ് ദൈവസഭ. The Church of God is a company of people who would make the collection on a weekly basis for meeting the needs of the saints. ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് സഹോദര വർഗത്തിന്റെ ഉദവിക്കായിട്ട് വേർതിരിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, സഹോദര വർഗത്തെ സാമ്പത്തികമായിട്ടും മറ്റു നിലകളിലും സഹായിക്കുന്നവരുടെ കൂട്ടം കൂടിയാണ് ദൈവസഭ. Therefore, we know that each and every one, according to his capacity, not only to pray for others, also they should donate for others' welfare. And therefore, Church of God is the company of people who would sacrificially donate or help for the welfare of other saints. എത്ര അനുഗ്രഹീതമായിട്ടാണ് ആ കൊരിന്ത്യ ലേഖനം അവസാനിപ്പിക്കുന്നത് ശ്രദ്ധിക്കാം. Let's notice what a blessed way the epistle to the Corinthians is being concluded. 16-ന്റെ 13-ാമത്തെ വാക്യം. Verse 13 of chapter 16. ഉണർന്നിരിപ്പീൻ. That it says, watch. വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. Stand fast in the faith. 14-ാമത്തെ വാക്യം, ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. Verse 14, let all that you do be done with charity or done in love. 22-ാമത്തെ വാക്യം, ഉണർന്നിരുന്ന് സ്നേഹിപ്പീൻ എന്ന് നമ്മൾ വായിക്കും. In verse 22, we read that let's be watchful and love the Lord. അവിടെ 3 കാര്യമാണ് പ്രധാനപ്പെട്ടിരിക്കുന്നത്. ഉണർന്നിരുന്ന് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അല്ലെങ്കിൽ വിശ്വാസം, സ്നേഹം, പ്രത്യാശ. പ്രത്യാശ എന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്നു. നമ്മളതാണ് അതിന്റെ 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്. നമ്മുടെ കർത്താവ് വരുന്നു, അവനെ സ്നേഹിക്കാം. In verse 13, we see it is mentioned that we should be watchful, we should stand in faith, and also we should have hope. And in verse 22, we see that hope which says it is the coming of our Lord. ഞാനൊന്നുകൂടെ ആവർത്തിക്കാം. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഉണർന്നിരുന്ന് വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു സ്നേഹത്തിൽ നിലനിൽപ്പീൻ. 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു പ്രത്യാശയിൽ നിലനിൽപ്പീൻ. ആ വാക്കുകൾ അതേപടി ഇല്ലെങ്കിൽ തന്നെയും അതാണ് ആശയം.
So we can see in verse 13 that it is mentioned there we should be stand fast in the faith. In verse 14, we are told that we should do everything in charity or in love. And then in verse 22, it says that we should be filled with hope. എത്ര അനുഗ്രഹീതമായ കാര്യം. എത്ര ഒരു പ്ലെയിൻ നന്നായിട്ട് ലാൻഡ് ചെയ്യുന്ന പോലെ ഈ ദൈവസഭയെ കുറിച്ചുള്ള വിവരണം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയിൽ നിലനിൽക്കണം. അതാണ് ദൈവസഭയുടെ ദൗത്യം എന്ന് പറഞ്ഞ് അപ്പോസ്തലൻ തന്റെ ദൈവസഭയെ, ഇത് കൊരിന്ത്യർക്ക് മാത്രമല്ല, അവിടെയും ഇവിടെയും എവിടെയുമുള്ള ദൈവസഭയ്ക്കുള്ള ദൂതാണെന്ന് മനസ്സിലാക്കി. ദൈവസഭയ്ക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്കും നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന സന്ദേശമാണെന്ന് നാം ഓർത്ത് ദൈവവചനം പഠിക്കാം, അതിൽ നിലനിൽക്കാം, അത് പ്രസംഗിക്കാം, മറ്റുള്ളവരെ പഠിപ്പിക്കാം, കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരാം. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാം. So we can see, just as a flight having a very safe landing, Apostle Paul is concluding the epistle saying about faith, love, and hope, and we need to be abounding in that. Since the coming of the Lord is very nigh, we should be engaged in doing that, and may the name of God be glorified. കൊരിന്ത്യ ലേഖനമാകട്ടെ, പൗലോസ് ലേഖനമാകട്ടെ, പത്രോസിന്റെ ലേഖനങ്ങളാകട്ടെ, എല്ലാം ഈ വിഷയങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ നമുക്ക് മുന്നേറാം. ഇങ്ങനെ ഒരു അവസരം നൽകിയ കർത്താവിനും ദൈവസഭയ്ക്കും നന്ദി പറയുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Whether it be epistles of Paul or Peter or other epistles, we can know that the central theme of those epistles are these themes of love, faith, and hope. Let's abound in that. The Lord's coming is very nigh. Thank you for giving me this opportunity. May the name of God be glorified.